ഇസ്രായേലിലെ തെൽ അവീവിലും മധ്യ ഇസ്രായേൽ നഗരങ്ങളിലും ഇറാന്റെ കനത്ത ക്ലസ്റ്റർ ബോംബ് ആക്രമണം ഉണ്ടായി. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെ ഇത് കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ചാണ് ഇറാൻ ഈ മാരകമായ ആയുധങ്ങൾ പ്രയോഗിച്ചത്. ആകാശത്ത് വെച്ച് വാർഹെഡ് തുറക്കുകയും ഏകദേശം 8 കിലോമീറ്ററോളം ചുറ്റളവിലേക്ക് ഒട്ടേറെ ചെറിയ ബോംബുകളായി ചിതറിപ്പതിക്കുകയും ചെയ്യുന്നതാണ് ഈ ക്ലസ്റ്റർ ബോംബുകളുടെ രീതി. ജനവാസ കേന്ദ്രങ്ങളിലുൾപ്പെടെ ഈ ബോംബുകൾ പതിച്ചത് വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെൽ അവീവിലും മധ്യ ഇസ്രായേലുമായി പതിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച് കുറഞ്ഞത് 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തെൽ അവീവിലും പരിസരങ്ങളിലുമായി 3 വലിയ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനങ്ങളിൽ നിന്നോ ബീരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മിസൈലുകൾ വഴിയോ ആണ് ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത്. ഇതിനകത്തുള്ള കവചം ആകാശത്ത് വെച്ച് തുറക്കപ്പെടുന്നു. അതിനുള്ളിലുള്ള ഡസൻ കണക്കിനോ 100 കണക്കിനോ വരുന്ന ചെറിയ ബോംബുകൾ പുറത്തേക്ക് തെറിക്കുന്നു. ഇവ വിശാലമായ പ്രദേശത്തേക്ക് പാരച്യൂട്ട് വഴിയോ അല്ലാതെയോ ചിതറിപ്പിക്കും. ഈ ചെറിയ ബോംബുകൾ താഴെ നിലത്തോ കെട്ടിടങ്ങളിലോ വാഹനങ്ങളിലോ വീഴുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. ഒരു വലിയ പ്രദേശത്ത് ഒരേ സമയം സ്ഫോടനങ്ങൾ നടക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ കാരണമാകുന്നു. ക്ലസ്റ്റർ ബോംബുകളിലെ എല്ലാ ചെറിയ ബോംബുകളും നിലത്ത് വീഴുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാറില്ല. ഇങ്ങനെ പൊട്ടാതെ കിടക്കുന്നവ പിന്നീട് കുഴി ബോംബുകൾ പോലെ പ്രവർത്തിക്കും. വർഷങ്ങൾക്ക് ശേഷം പോലും ഇതിൽ ചവിട്ടുകയോ അറിയാതെ തൊടുകയോ ചെയ്താൽ